ഹായ് കേരറ്റ് ചെയ്യുന്നു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് ഫൈനലി കാലിക്കട്ടുകാരുടെ ഫിസിക്കൽ ഡേറ്റ് വന്നിരിക്കുകയാണ്. എല്ലാ കുട്ടികളും ആൾറെഡി അറിഞ്ഞു കാണുമല്ലോ. ഇന്നലെ നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്മിറ്റ് കാർഡ് വന്ന ആ ഒരു സമയത്ത് തന്നെ എല്ലാ കുട്ടികളും എന്തായാലും ചെക്ക് ചെയ്ത് കാണും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുമാണ്. ഈ ഡോക്യുമെൻ്റ് എല്ലാം തന്നെ നിങ്ങൾ റെഡിയാക്കിയിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുട്ടികളെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, TVMARയിൽ സെലക്ഷൻ കിട്ടിയ എല്ലാ കുട്ടികളും ട്രെയിനിങ് നാളെ പോയിരിക്കുകയാണ്. എല്ലാ കുട്ടികളും എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബാച്ച് ആണ്. അവരുടെ ട്രെയിനിങ് ഡിസംബർ 2nd വീക്കോടെ എന്തായാലും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബാച്ചിന്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് January 5 ശേഷമാണ്. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ഫിസിക്കലെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളും ഒരിക്കൽ ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നതായിരിക്കും. നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് 1 ജൂലൈ 2026 അതിന് മുന്നേ തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോൾ വരും, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഫോളോ ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, എല്ലാവരും എന്തായാലും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തല്ലോ. അഡ്മിറ്റ് കാർഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നിങ്ങൾ ഏതൊക്കെ ട്രേഡിന് നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അഗ്നിവീർ GD ആണെന്നുണ്ടെങ്കിൽ അഗ്നിവീർ GD, ടെക്നിക്കൽ ആണെങ്കിൽ ടെക്നിക്കൽ ക്ലർക്ക്, എല്ലാം വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് നോക്കാം. പറഞ്ഞ ഡേറ്റിൽ തന്നെ കറക്റ്റായിട്ട് എല്ലാ കുട്ടികളും അവിടെ റിപ്പോർട്ട് ചെയ്യണേ. ചില കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. അവർ ഡേറ്റ് കറക്റ്റായിട്ട് നോക്കി വെക്കത്തില്ല. എന്നിട്ട് കൂട്ടുകാരൻ്റെ ഡേറ്റ് അവൻ ഓർത്തിരിക്കും. എന്നിട്ട് ആ ഡേറ്റിനാണ് റാലി എന്നും പറഞ്ഞിരിക്കും. അങ്ങനെയും കുറച്ച് കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. പ്രോപ്പറായിട്ട് അതനുസരിച്ച് നിങ്ങൾ പ്ലാനിങ് സെറ്റ് ചെയ്യുക. നോക്കൂ കുട്ടികളെ, നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ്. ഫസ്റ്റ് ആണ് ഓൺലൈൻ അഡ്മിറ്റ് കാർഡ്. നിങ്ങൾക്ക് വന്ന അഡ്മിറ്റ് കാർഡിന്റെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകണം. അതായത് പ്രിന്റ് ഔട്ട് എടുക്കുന്ന ആ കോപ്പി നിങ്ങൾ കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ 2 എക്സ്ട്രാ കോപ്പി കൂടി നിങ്ങൾ എല്ലാ ഡോക്യുമെന്റും കൊണ്ടുപോയിരിക്കണം, ഒറിജിനലോടൊപ്പം തന്നെ. ക്ലിയർ? ഇനി നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആണ്. ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ മെയിൽ IDയിലും അഡ്മിറ്റ് കാർഡിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കും. നെക്സ്റ്റ് ആണ് സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ്. കേഡറ്റ്, നിങ്ങൾ അഗ്നിവീർ ടെക്നിക്കൽ അല്ലെങ്കിൽ അഗ്നിവീർ ക്ലർക്ക് എന്നീ ട്രേഡിന് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ, എന്നയുടെ ആൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇപ്പോൾ എന്തായാലും ടെക്നിക്കലും ക്ലർക്കും മാത്രമേ ഉള്ളൂ. ഈ ട്രേഡിന്റെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ 10th സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം. അതേപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ആർമി GD എന്നൊരു ട്രേഡിന് തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ 10th സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഒറിജിനൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. പിന്നെ 8ാം ക്ലാസ് ട്രേഡ്സ്മാൻ അപ്ലൈ ചെയ്ത കുട്ടികൾ 8ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കണം. അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഒറിജിനൽ ആണോ, അതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്ന ആരാണ്, പ്രോപ്പറായിട്ട് സൈൻ തന്നെ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയ കുട്ടികളെ? നെക്സ്റ്റ് ആണ് ട്രാൻസ്ഫർ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്. TC നിങ്ങൾ മിസ് ചെയ്യരുത്, തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. TC എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ കുട്ടികളെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ് സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. ലാസ്റ്റ് നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയത് അവിടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നിങ്ങളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കേട്ടോ കുട്ടികളെ. സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് +2 പഠിച്ചുകൊണ്ടിരുന്ന അവിടെ നിങ്ങൾക്ക് പോയി വാങ്ങാവുന്നതാണ്. ഗ്രാജുവേഷന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നെക്സ്റ്റ് ആണ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൽ സൈൻ തഹസിൽദാർ ചെയ്തതായിരിക്കണം അല്ലെങ്കിൽ DM സൈൻ ചെയ്തതായിരിക്കണം. ക്ലിയർ? നെക്സ്റ്റ് ആണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഇതും തഹസിൽദാർ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ നേരത്തെ റെഡിയാക്കിയ ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 6 മാസത്തെ വാലിഡിറ്റി വരെ ഓക്കെയാണ്. 6ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്, പുതിയത് നിങ്ങൾ എടുക്കാൻ നോക്കണം കേട്ടോ കുട്ടികളെ. ചിലപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് അവിടുത്തെ ഓഫീസർ നിങ്ങളടുത്ത് പറയാം പോയി പുതിയ റെഡിയാക്കി കൊണ്ടുവരാൻ. പിന്നെ നിങ്ങൾ വെറുതെ കിടന്ന് കറങ്ങും. അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ്, 6 മാസത്തിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റ് ആണ് എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ പുതിയ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കാൻ നോക്കണം. ക്ലിയർ? നെക്സ്റ്റ് ആണ് അൺമാരിഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ വില്ലേജ് സർപഞ്ച് അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ. അൺമാരിഡ് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. അത് വില്ലേജ് സർപഞ്ച് അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, അൺമാരിഡ് സർട്ടിഫിക്കറ്റ്. നെക്സ്റ്റ് ആണ് ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ്. ആധാർ കാർഡും പാൻ കാർഡും കൊണ്ടുപോകണം. ചില കുട്ടികൾ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സർ പാൻ കാർഡ് ഇല്ല, എന്താണ് ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്നും പറഞ്ഞിട്ട്. കുട്ടികൾ, ആധാർ കാർഡ് മണ്ടേറ്ററി ആണ്. പാൻ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ പോകുന്ന സമയത്ത് എന്തായാലും നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡ് വേണം. മനസ്സിലായി? ഇല്ല എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ പോവുക. ആ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ അപ്ലൈ ചെയ്തതിനു ശേഷം ലഭിക്കുന്നത്, ആ ഒരു റിസിപ്റ്റുമായിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ആധാർ കാർഡും ആ പാൻ കാർഡിന്റെ ആ ഒരു റിസിപ്റ്റുമായിട്ട് നിങ്ങൾ പോവുക കേട്ടോ. ടെൻഷൻ ഒന്നും പഠിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മിനിമം 15 കോപ്പീസ് ഓഫ് ലേറ്റസ്റ്റ് ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. അതും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. നോട്ട് മോർ ദാൻ 90 days, അതായത് 3 മാസത്തിനുള്ളിൽ എടുത്ത
ഫോട്ടോ ആയിരിക്കണം. 15 ഫോട്ടോ കോപ്പി നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ലൈറ്റ് ബ്ലൂ ഓർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. എന്താണ് ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. 15 കോപ്പിയെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. നെക്സ്റ്റ് ആണ് 2 കോപ്പീസ് ഓഫ് NCC സ്പോർട്സ് ITI. അതായത് നിങ്ങളുടെ കയ്യിൽ NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം. പിന്നെ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം. പിന്നെ അതേപോലെ തന്നെ കുട്ടികളെ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. പിന്നെ റിലേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഒറിജിനലും പ്ലസ് 2 ഫോട്ടോ കോപ്പി നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. ക്ലിയർ? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് അഫിഡവിറ്റ് റെഡിയാക്കി കൊണ്ടുപോകണം. ചില കുട്ടികളുടെ മനസ്സിലൊരു വിചാരമാണ്, സർ സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഞാൻ അഫിഡവിറ്റ് റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് TVMAരുടെ അവിടെ അഫിഡവിറ്റ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായി? അതുകൊണ്ട് നേരത്തെ നിങ്ങൾക്ക് റെഡിയാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അഫിഡവിറ്റിൻ്റെ ഈ ഒരു ഫോർമാറ്റ്. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വേറൊരു ഓപ്ഷനാണ് 2025 വന്ന നോട്ടിഫിക്കേഷൻ എടുത്താൽ അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് അഫിഡവിറ്റ് ഫോർമാറ്റ് കാണാൻ പറ്റുന്നതാണ്. ആ ഫോർമാറ്റ് എടുക്കുക, ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നേരെ ഒരു വക്കീലിൻ്റെ അടുത്ത് ചെല്ലുക, എന്നിട്ട് നിങ്ങൾ റെഡിയാക്കുക അഫിഡവിറ്റ്. ക്ലിയർ ആയാലും അഫിഡവിറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കിയിരിക്കണം. പിന്നെ പോലീസ് വെരിഫിക്കേഷൻ, ഇതും തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. മനസ്സിലായാലോ? PCC അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ റെഡിയാക്കണം. ഇപ്പോഴൊക്കെ അതിൻ്റെ ഫീസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഫീസ് അടച്ച് ആ സർട്ടിഫിക്കറ്റ് മേടിച്ചേ നിങ്ങൾ പോകാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നതായിരിക്കും. സോ ഫൈനലി അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അഡ്മിറ്റ് കാർഡ് പ്രോപ്പറായിട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് അത് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. കുട്ടികളെ ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റ് എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ റാലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കുട്ടികളെ 2026 ആർമി റാലിക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ട്രേഡിന്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അഗ്നിവീർ, GD, ട്രേഡ്സ്മാൻ, ടെക്നിക്കൽ, ക്ലർക്ക്, ഓഫീസ് അസിസ്റ്റന്റ് എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ ട്രേഡിന്റെയും സെപ്പറേറ്റ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് കിട്ടും, വീക്ക്ലി 6 ഡേയ്സ് ക്ലാസ്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ വന്നാൽ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ജോലി നേടി നിങ്ങൾക്ക് ട്രെയിനിങ്ങിനായിട്ട് പോവുകയും ചെയ്യാം. അതേപോലെ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അതേപോലെ 2025 SSCGയുടെ ക്ലാസ്സുകൾ നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SSCGയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും. ആർമിയുടെ ക്ലാസ്സുകൾ ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കും. ടോട്ടൽ ഫീസ് 2500 ആണ്. ഫിസിക്കൽ ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് സെഷൻ ഉണ്ട്, വീക്ക്ലി 7 ഡേയ്സ് ക്ലാസ്സുകളുണ്ട്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട്, 150+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 2024 വന്ന 43 ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ലഭിക്കും. നമ്മുടെ ഒഫീഷ്യൽ ആപ്പ് ത്രൂ ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. 2025-26 SSCയുടെ കാര്യങ്ങളെക്കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം മുതൽ നിങ്ങൾക്ക് SSCGDയിലും കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ചാൻസിൽ തന്നെ കയറി പോവുക. ഫീസ് അപ്ഡേറ്റ് വളരെ കുറവാണ്. ഈ ഒരു ഫീസിൽ നമ്മുടെ കേരളത്തിലെ ഒരു അക്കാഡമി നിങ്ങൾക്ക് SSCGയുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യത്തില്ല. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് DVയുടെ അപ്ഡേറ്റ് കിട്ടും, മെഡിക്കൽ അവയർനെസ് കിട്ടും, പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ഫൈനൽ സെലക്ഷൻ വരെ നിങ്ങളോടൊപ്പം സപ്പോർട്ടായിട്ട് ആന ഡിഫൻസ് അക്കാഡമി കാണാം. ഫൈനലി കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും ജോയിൻ ചെയ്യുക. കറക്റ്റായിട്ട് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഫൈനലി 2 നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ കോൺടാക്ട് നമ്പർ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആന ഡിഫൻസ് അക്കാഡമിയിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുന്ന കുട്ടികളെ, ഫിസിക്കലിനെ തിരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.